ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എന്താണ്, നമ്മൾ നല്ലൊരു കീടനാശിനി, ജൈവ കീടനാശിനിയും ഒരു ജൈവ വളമാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഈ മഴക്കാലത്ത് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. 1-2 ദിവസം മാത്രം മതി കേട്ടോ അതിന്. നമ്മൾ 10 ദിവസം 1 മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറെ ഞാൻ ജൈവ കീടനാശിനിയായിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക ചെടിയിലൊക്കെ ആകെ പുഴുക്കൾ വന്ന് നിറഞ്ഞിറക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാറ്. അപ്പൊ അമ്മ ഇതാ പുഴുക്കളെ കണ്ടിട്ട് ബേ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അവളതിൻ്റെ അടുത്തേക്ക് പോലും നീങ്ങുന്നില്ല. ഇത് നോക്കണേ, ഇതൊക്കെ ഓരോ ചെടിയിലും ഒരു 4-5 വീതം പുഴുക്കളുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഈ പുഴുക്കളെ കൊല്ലാന്ന് കരുതണ്ട. അതിന് നമ്മളെന്താ ചെയ്യാറിയ, ആദ്യം ഈ വന്ന പുഴുക്കള് ഉള്ള ഇലകളില്ലേ, അത് ഇവിടെ തന്നെ ഇട്ട് നശിപ്പിക്കരുത് കേട്ടോ. അതിൽ മുട്ടകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് പിന്നെയും ആ ചെടികൾക്ക് തന്നെ കയറിയിട്ട് നമ്മുടെ ചെടീൻ്റെ ഇലകൾ പിഞ്ഞിതാണ്ടോ. എന്തല്ലേ, അങ്ങനെ 1-2 അല്ല കേട്ടോ, കുറേ എണ്ണുണ്ട്. ഇതാണ്ടോ, ഇതൊക്കെ ഞാൻ കൂടി പറിച്ചെടുക്കുകയാണ് കേട്ടോ. പറിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇത്തിരി മാറ്റിയിട്ട് നശിപ്പിക്കണം. എന്നിട്ടാണ് നമ്മളിതിൽ നല്ല ജൈവ കീടനാശിനിയൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഇതുപോലെ പുഴു വരാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജൈവ കീടനാശിനി ഉണ്ടാക്കാൻ പോവാണ്. ജൈവ വളം കൂടിയാണ് കേട്ടോ. ഈ മഴക്കാലത്ത് ഒരു 10 മിനിറ്റൊക്കെ മതി അത് ചെടി വലിച്ചെടുക്കാൻ. നമ്മൾ ഒരുപാട് ഈ സമയത്ത് നമ്മൾ ഈ കരിയില കമ്പോസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെടികളുടെ ചുവട്ടില് ഇത്തിരി മണ്ണ് മാറ്റി താഴ്ത്തിയിട്ടുണ്ടല്ലോ, കരിയിലൊക്കെ ഇട്ടുകൊടുത്താൽ മതി. കാരണം ഈ മണ്ണിലൊക്കെ നിറയെ നാനൂലുകളാണ് കേട്ടോ. ഈ മണ്ണിങ്ങനെ മാറ്റുമ്പോഴും നിറയെ നാനൂലാണ്. അപ്പൊ പച്ചക്കറി വേസ്റ്റ് ഒക്കെ അങ്ങനെ ഇട്ടുകൊടുത്താൽ അത് ഇതാ അറിയുമ്പോഴേക്കും കമ്പോസ്റ്റ് ആയിട്ട് ചെടീൻ്റെ ചുവട്ടിലേക്ക് വളമായിട്ട് വരും. ഞാൻ ഈ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യില്ല കേട്ടോ. നമ്മൾ ഒരുപാട് മാസങ്ങൾ എടുത്ത് വളങ്ങൾ റെഡിയാക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ മഴക്കാലത്ത് ഉണ്ടാക്കാം കേട്ടോ. അത് വേറെ കാര്യം. ഞാനിങ്ങനെയാണ് ചെയ്യല്. അപ്പോൾ വെണ്ടയ്ക്ക ചെടി ഇത് മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് വഴുതനങ്ങേൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട്. ഒക്കെ ജൈവ കീടനാശിനി ജൈവ വളമൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ മുരിങ്ങയ്ക്ക് പോകാം. ഇതാണ് നമ്മുടെ മുകളിലാണ് കേട്ടോ, താഴത്തൊന്നുമില്ല മുരിങ്ങയുടെ ഇല. അപ്പൊ ഞാൻ കൊമ്പ് താഴ്ത്തിയിട്ട് പൊട്ടിച്ചിട്ടൊക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇത്തിരി മുരിങ്ങയുടെ ഇല പറിക്കട്ടെ കേട്ടോ. മുരിങ്ങയുടെ ഇലയും കൊണ്ടുള്ള വളമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാ മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പൊ ഇനി ബാക്കി ഭാഗം നമ്മള് കിച്ചണിൽ വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. ധാരാളം മുരിങ്ങയുടെ ഇലയും കൊണ്ട് റെഡി ആക്കുന്നത്. നമ്മൾ കറി ഉണ്ടാക്കാൻ പോകാൻ നല്ല കേട്ടോ. പിന്നെ ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാനുണ്ട്. അപ്പൊ ഇതിങ്ങനെ വലിയ തണ്ടോടുണ്ടാകുന്നുള്ളൂ, ചെറിയ തണ്ടോടുക്കൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മിക്സി ജാറിലേക്ക് ഇടാണ് കേട്ടോ. അത് ഫുള്ള് അങ്ങനെ ഇട്ടിട്ട് വരാം ഞങ്ങള്. അപ്പൊ മുരിങ്ങയുടെ ഇല കണ്ടങ്ങോട്ട് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ മിക്സിന്റെ ജാറില്. ഇനി നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ജ്യൂസായി കിട്ടുന്നുള്ളൂ. വല്ലാതെ നമുക്ക് വെള്ളം ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഇത് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ബക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബക്കറ്റിലേക്ക് ആ ജ്യൂസ് ഒഴിക്കാനാണ്. എന്താല്ലേ ഭംഗി കാണാന്. ഇത് നമ്മളൊരു ദിവസം വെക്കണമൊന്നുമില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒരു പാചകമാണ്. ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടായിട്ട് മുഴുവൻ അങ്ങോട്ട് എടുക്കണം. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട്. അപ്പൊ ഇതാ നമ്മള് 2 ഇൻഗ്രീഡിയന്റ് ആട്ടോ ഈ വളം അല്ലെങ്കിൽ കീടനാശിനി ഉണ്ടാക്കണതിന് ഉപയോഗിക്കുന്നത്. മുരിങ്ങയുടെ ഇല, അത് അരച്ച ജ്യൂസ്. ഇത് കണ്ടില്ലേ, ചെറിയ കുറച്ച് ഇലകളുള്ളൂ കേട്ടോ, അറിയാത്തത് ബാക്കി. അത് കുഴപ്പമില്ല. ഇത് ഞാൻ ഇന്നലെ എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതായത് ഇത് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ്. അത് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു അടുപ്പില് ഒരടിക്കുക. ഇതിപ്പോ പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ടാണ് ഞാനിത് ഇന്ന് തന്നെ ചെടികളിൽ പ്രയോഗിക്കാൻ പോണത്.
ഇന്നത്തെ കഞ്ഞിവെള്ളമാണെന്ന് വെച്ചാൽ നമ്മളിത് ഈ മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സ് മുരിങ്ങയിലയും കഞ്ഞിവെള്ളം കൂടിയിട്ടുള്ള മിക്സ് നമ്മൾ ഒരു ദിവസം അടച്ചിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നാളെയാണ് ചെടികൾക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചെടുക്കാൻ പാടുള്ളൂ. ഞാനിത് പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഞാനിത് ഇന്ന് തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. പുഴുക്കളൊക്കെ ചെറിയ ചറികളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചെടികളുടെ ചുവട്ടിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെടികളുടെ വേരുകൾക്കും തണ്ടിനും ഒക്കെ ഇത് വലിച്ചെടുക്കാൻ സാധിക്കും. ഒരുപാട് നേരമൊന്നും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സിമ്പിൾ വളമാണ്, നമുക്ക് മഴക്കാലത്ത് ചെടികളിൽ പ്രയോഗിക്കാൻ പറ്റിയ വളമാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? 2 ബക്കറ്റ് വെള്ളത്തിലാണ് ഞാനിപ്പോ ഇത് ഡൈല്യൂട്ടാക്കാൻ പോണത്. വേറൊരു ബക്കറ്റ് എടുത്ത് അതിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഇതിലത്തെ പകുതി ആയിട്ട് ഒഴിച്ചിട്ട് ആദ്യം ഒരു ട്രിപ്പ് എല്ലാത്തിനും ഒഴിച്ചെടുക്കട്ടോ. എന്നിട്ട് കഴിയാത്തുണ്ടെങ്കിലേ ഞാൻ ബാക്കി പകുതി എടുക്കുള്ളൂ. അപ്പൊ ഇനി നമ്മള് ഇത് ഡൈല്യൂട്ടാക്കാൻ പോവാണേ. അപ്പൊ ഇതാ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്നുകൂടി മിക്സ് ആക്കി ഇതിലത്തെ പകുതി ഒഴിച്ചെടുക്കാണ് കേട്ടോ. പകുതി ഇല്ലെങ്കിലും ഒരു കപ്പോളം ഞാൻ ഇതാ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെടികൾക്ക് പെട്ടെന്ന് ചെടികൾക്ക് വേരിലേക്കൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കും. അതിലത്തെ വളങ്ങളും ഇതൊക്കെ നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്യല്ല ചെയ്യുന്നത്, ഇങ്ങനെ തെളിച്ചെടുക്കുകയാണ് കേട്ടോ. എളുപ്പത്തിന് സ്പ്രേ ചെയ്യാനൊക്കെ നന്നാകുമ്പോഴേക്കും മഴ പെയ്താലേ പനി വാങ്ങൂലോ. അപ്പൊ ഞാൻ മണ്ണ് നീക്കി കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പൊ ഇതുവരെ മണ്ണ് ഇട്ടെടുത്തതാണ്. അപ്പൊ അതാ ഇതിങ്ങനെ ജസ്റ്റ് ചെടികളിൽ തെളിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഉള്ളൂ കേട്ടോ ചുവട്ടില്. ഇത് വേരിൽ തട്ടിയാലും ഒരു കുഴപ്പവും വരില്ല, നമ്മുടെ ചെടികൾക്ക് ഒരു ദോഷവും വരില്ല കേട്ടോ. കാരണം ഇത് ഒരു ഇലയും കൊണ്ട് ഉണ്ടാക്കിയ ജൈവവളമാണല്ലോ. നമ്മുടെ മുളകിൻ ചെടികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബക്കറ്റില് താത്തൊരാളുണ്ട് 2 15 റെഡ് ലേഡി പപ്പായന്റെ വിത്ത് നട്ടതായിട്ട് 2 എണ്ണം അതാ ഉള്ളു. ബാക്കിയൊക്കെ മഴയത്ത് പോയിട്ടോ. ഇത് ഞാൻ എന്തായാലും പിടിച്ചുണ്ടാക്കും, കാരണം ഇത് വല്ലാത്തൊരു ഓർമ്മയാണേ. അപ്പൊ ഒരു സങ്കടപ്പെടുത്തുന്ന ഓർമ്മയാണ്. അപ്പൊ അത് ഞാൻ കളയാതെ നോക്കും. നമ്മുടെ തക്കാളി തയ്യാള് കുറെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് കുപ്പിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ഇതാണ്ടോ ഇഷ്ടം പോലെ. ഇഞ്ചിന്റെ ചെടിക്കൊന്നും മേലേക്കൊന്നും നനച്ചെടുക്കേണ്ട ആവശ്യമില്ല, താഴേക്ക് മാത്രം കിട്ടിയാൽ മതി. അത്യാവശ്യം കട വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് എന്താ ഉദ്ദേശിച്ചത് അറിയാം? അതാണ്ട് ഒരുമിച്ച് ഒരു ദിവസം പറിച്ചിട്ട് അതിന്റെ എടുക്കാൻ പറ്റിയ ഭാഗമൊക്കെ എടുത്തിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ഏരി വെച്ചിട്ട് നടണമെന്ന് വെച്ചിട്ടാണേ. അതെന്തായാലും ഒരു ദിവസം അതിന് ഇറങ്ങണം, എന്നാലേ പറ്റുള്ളൂ. നമ്മുടെ ചോളക ചെടിയൊക്കെ എത്ര ആയിട്ടുണ്ട് കേട്ടോ, 2 എണ്ണം. ഇതാ ആരംഭിക്കാണ് കേട്ടോ. അതൊക്കെ വളരുന്നേ. ചെടീന്റെ മേലേക്കാക്കണ്ട, ചെയ്യും. താഴത്ത് ഞാനേ മണ്ണൊക്കെ മാറ്റിയിട്ട് വേസ്റ്റൊക്കെ ഇട്ടെടുത്തിറക്കാണ് കേട്ടോ. നിറയെ ഞാനുകളാണ് അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ മണ്ണ് മാറ്റുമ്പോഴേക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേരിൽ തട്ടാതെ ഇട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെണ്ടയ്ക്ക കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ ആകെ 3 ചെടിയിൽ മാത്രമേ പുഴു വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും പുഴുവൊന്നുമില്ല. ഇതിലൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കണേ ഉള്ളൂ വെള്ളം. അപ്പൊ ഇനി ബാക്കിയും കൂടി ഞാനിങ്ങനെ വെള്ളം നിറച്ചിട്ട് അതിൽ മിക്സ് ആക്കിയിട്ട് എല്ലാ ചെടികൾക്കും ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലേ. അപ്പൊ ഇതൊരു പുളിക്കാത്ത കഞ്ഞിവെള്ളം അണച്ചത് ഒരു ദിവസം ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ. ഈ മിക്സ് എടുത്ത് വെച്ചിട്ട് വേണം, പിറ്റേ ദിവസം മാത്രം വേണേ ചെടികൾക്ക് ഉപയോഗിക്കാൻ. നാലേന് ഗുണമാവുള്ളൂ, പുഴുക്കളൊക്കെ പോവുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.